നമ്മൾക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇത് കിഡ്നി ഡിസീസ് ഉണ്ടാകുന്നതിൻ്റെ ഏറ്റവും പ്രധാന കാര്യങ്ങളെന്ന് പറയുന്നത് ഒന്ന് ഡയബറ്റിസ്, രണ്ടാമത്തേത് 3 ഡയാലിസിസ് ഒരാഴ്ച പറഞ്ഞാൽ എത്ര പൈസ വരുന്നു? അത്രയൊന്നും എളുപ്പമല്ല. മാത്രമല്ല ചില സിറ്റുവേഷനിൽ ഓവർലോഡ് വെള്ളം കുടിക്കാനും പാടില്ല. ലൈഫ് ലോങ് കഴിക്കേണ്ട മെഡിസിൻസ് ഒക്കെ ഇങ്ങനെ ഭയങ്കര എക്സ്പെൻസീവ്, സാധാരണ ആൾക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതല്ലേ? ഒരുവിധം. പക്ഷെ എന്നാലും ഒരിക്കലും ഡയാലിസിന്റെ അത്രയും പൈസ ആവില്ല. എല്ലാവരും ഡയാലിസിസ് ചെയ്തുകൊണ്ട് അവരിയ്ക്കുവാണെങ്കിൽ അതിന് എത്ര രൂപ വരുന്നത്? 3 ഡയാലിസിസ് ഒരാഴ്ച എന്ന് പറഞ്ഞാൽ എത്ര പൈസ വരുന്നുണ്ട്? ഡയാലിസിന്റെ പൈസ മാത്രമല്ല, അവർ ആശുപത്രി വരുന്ന പൈസയാണ് അവർക്ക് അതിലും കൂടുതൽ. ഇപ്പം നമ്മളിവിടെ 1300 രൂപയാണ് ഒരു ഡയാലിസിന് ചാർജ് ചെയ്യുന്നത്. അവര് പയ്യന്നൂര് പയ്യൂരിന്നോ എവിടുന്നേലും ഒരു ഓട്ടോയോ വണ്ടി പിടിച്ച് വന്നു കഴിഞ്ഞാൽ അതിനെക്കാട്ടിലും കൂടുതൽ പൈസ അവർക്ക് വണ്ടിക്കൂലിയാവും. പിന്നെ എന്ത് ചെലവ്? പിന്നെ 4 മണിക്കൂർ ഡയാലിസിസ് ഉള്ളെന്ന് പറഞ്ഞാൽ പോലും അവർ രാവിലെ വന്ന് 4 മണിക്കൂർ എന്ന് പറഞ്ഞാലും അതിന് എത്ര മണിക്ക് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങണം? അത് കഴിഞ്ഞേച്ച് ഇതും കഴിഞ്ഞേച്ചും കുറച്ച് ക്ഷീണമാന്നൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ഇവിടെ കിടന്നു. അതെല്ലാം കഴിഞ്ഞ് ഇവർ വീട്ടിലെത്തുമ്പോൾ ആ ഒരു ദിവസം പോയി. കൂടെ ഉള്ളവരുടെ ജോലി പോയില്ലേ? അതെല്ലാം രോഗികളെക്കാൾ കൂടുതൽ ഇവരുടെ ചുറ്റുമുള്ള ആൾക്കാർ അതിനേക്കാൾ കൂടുതൽ അന്നേരം അതെല്ലാം നോക്കുമ്പോൾ കിഡ്നി ട്രാൻസ്പ്ലാന്റ് എത്ര നല്ലതാ. അവരെ ഇടയ്ക്ക് വന്ന് കാണിക്കണം എന്നല്ലേ ഉള്ളൂ. കുറച്ചു കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 മാസത്തിലൊന്നൊക്കെ വന്നാൽ മതി. കാണുന്ന കുറെ ആൾക്കാരെങ്കിലും എല്ലാവരും ഈ അസുഖം ഉള്ളവരായിരിക്കില്ല, അല്ലെങ്കിൽ ഈ അസുഖം ഉള്ളവരെ അറിയാവുന്നവരായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഇത് കാണുമ്പോൾ ചിന്തിക്കുന്നത് എനിക്ക് എങ്ങനെ ഇത് വരാതെ നോക്കാം, എന്റെ പ്രിയപ്പെട്ടവർക്ക് എങ്ങനെ ഇത് വരാതെ നോക്കാം എന്നുള്ള. അപ്പൊ എന്താണ് നമുക്ക് കിഡ്നി ഡിസീസിലേക്ക് പോകാതിരിക്കാൻ ചെയ്യാൻ പറ്റുന്ന പ്രിക്കോഷൻസ് എന്ന്? ഏറ്റവും പ്രധാനം ഇത് തന്നെ. നമ്മൾക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇത് കിഡ്നി ഡിസീസ് ഉണ്ടാകുന്നതിന്റെ ഏറ്റവും പ്രധാന കാര്യങ്ങളെന്ന് പറയുന്നത് ഒന്ന് ഡയബറ്റിസ്, രണ്ടാമത്തേത് പ്രഷർ കൂടുന്നത്, പിന്നെ ഈ യൂറിക് ആസിഡ് ഒക്കെ ഹൈ ആയവർക്ക് വരാം, മറ്റേ വെയിറ്റ് കൂടുതലുള്ളവർക്ക് ഒബിസിറ്റി. അത് ഇപ്പോഴത്തെ ഒരു വലിയ പ്രധാന പ്രശ്നമാണ് ഈ ഒബിസിറ്റി എന്ന് പറയുന്നത്. വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് കിഡ്നിക്ക് ഡാമേജ് വരും. അന്നേരം ഇതെല്ലാത്തിൻ്റെയും പ്രത്യേകത തന്നെ, ഇതെല്ലാം ജീവിതശൈലി രോഗങ്ങളാണ്. ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യത്തിന് വ്യായാമമൊക്കെ ചെയ്യാതെ വെയിറ്റും ഒക്കെ കൂട്ടി വെച്ച് കഴിയുമ്പോൾ വരുന്ന തകരാറുകളാണ്. അന്നേരം രോഗിക്ക് പിന്നുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുക, ജലാംശം കുറയുക ശരീരത്തിൽ. അതിന് പകരമായിട്ട് ഈ കൊക്കക്കോളായും ഒക്കെ കുടിക്കുക വെള്ളത്തിന് പകരം. അത് തന്നെ ഒരു വലിയ പ്രശ്നമാണ്. എന്നുവെച്ചാൽ നമ്മുടെ ഈ കൊക്കക്കോളയ്ക്കകത്ത് ഒരുപാട് ഗ്ലൂക്കോസ് ഉണ്ട്. അന്നേരം അത് മൂത്രം ഒരുപാട് കളയുന്ന സാധനമാണ്. അന്നേരം നമ്മൾ കൊക്കക്കോള കുടിച്ചു കഴിഞ്ഞാൽ, കൊക്കക്കോള, പെപ്സി അങ്ങനത്തെ സാധനങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഈ മന്തിയുടെ അടുത്ത് നിന്നൊക്കെ മാറ്റി നിർത്താൻ പറ്റാത്ത അത് കുടിച്ചു കഴിയുമ്പോൾ ആക്ച്വലി അവരുടെ ശരീരത്തിലെ വെള്ളം കുറയുക ചെയ്യുന്നത്. അന്നേരം ശരീരം ഡീഹൈഡ്രേറ്റഡ് ആകുമ്പോൾ അവർക്ക് കിഡ്നി ഫെയിലിയർ വരും. അന്നേരം നമ്മൾ കിഡ്നിക്ക് അസുഖം വരാതിരിക്കാൻ വേണ്ടി പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യം ഒന്ന് ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യുക, പിന്നെ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യുക, വെയിറ്റ് കൂടാതെ നോക്കുക, റെഗുലർ എക്സസൈസ് ഒക്കെ ചെയ്യുക, പിന്നെ കിഡ്നിക്ക് കേട് വരുത്തുന്ന മരുന്നുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാതിരിക്കുക. എത്ര കാര്യങ്ങളുണ്ടോ കിഡ്നിക്ക് കേട് വരുത്തുന്നത്, വേദന സംഹാരികൾ. പിന്നെ ഇപ്പം നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഇപ്പോഴത്തെ കാലത്ത് ഡ്രഗ് ഇൻഡ്യൂസ്ഡ് കിഡ്നി ഫെയിലിയറിൻ്റെ ഏറ്റവും കോമൺ ആയിട്ടുള്ള കാരണം നിങ്ങളെല്ലാം ഉപയോഗിക്കുന്ന സാധനമാണ് ഈ ഗ്യാസിന് വേണ്ടി കഴിക്കുന്ന മരുന്നില്ലേ, പാൻറ്റോപ്രസോള്, ഒമിപ്രസോള്, റാബിപ്രസോള്. അതാണ് ഇന്നത്തെ കാലത്ത് കിഡ്നി ഫെയിലിയറിന്റെ മരുന്നുകൾ കൊണ്ടുണ്ടാകുന്ന കിഡ്നി ഫെയിലിയറിന്റെ ഏറ്റവും കോമൺ ആയിട്ടുള്ള കോസ്. പണ്ടൊക്കെ വേദന സംഹാരികളായിരുന്നു. അത് ആളുകൾക്ക് ഇപ്പം അറിയാം. അതുകൊണ്ട് ഇപ്പം ആരും വേദനയുടെ ഗുളിക കഴിക്കാൻ പേടിക്കും, അതുകൊണ്ട് കഴിക്കുകയില്ല. പിന്നെ വേദനയുടെ ഗുളിക കഴിക്കുമ്പം കിഡ്നിക്ക് ഡാമേജ് വരുന്നത്, അത് നിർത്തി കഴിയുമ്പോൾ കൂടുതൽ പേരുടെ ഇത് നന്നാകും. പിന്നെ ഇവർക്ക് കൂടുതൽ പേർക്ക് ഈ വേദന ഗുളിക കഴിക്കുന്നവരില്ലേ, അവർ വെള്ളം കുടിക്കാതെ ശരീരത്തിൽ ജലാംശം കുറയുന്ന അവസരങ്ങളിൽ അത് കഴിക്കുമ്പോഴാണ് കൂടുതൽ പേർക്കും വരുന്നത്. അല്ലാത്തതും ഉണ്ട്, പക്ഷേ സാധാരണയായിട്ടുണ്ടാകുന്നത്. അന്നേരം ഇതൊക്കെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടുള്ളത് വരികയല്ല. പക്ഷെ ഇതുകൊണ്ടുണ്ടാകുന്ന കിഡ്നി ഫെയിലിയർ വേറൊരു തരത്തിലാണ്. അത് നേരെ കിഡ്നിയെ ബാധിക്കുക ചെയ്യുന്നത്. അന്നേരം അത് പെട്ടെന്ന് മുമ്പേ പറഞ്ഞ പോലെ അക്യൂട്ട് കിഡ്നി ഫെയിലിയർ വരുത്താം. കുറേ കാലം ഇത് കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നിക്ക് പെർമനന്റ് ഡാമേജ് ആയി പോകും. അതുകൊണ്ട് എല്ലാവരും അതല്ല കഴിക്കുന്നത്, കണ്ടിട്ടില്ലേ? എല്ലാവരും അതാ കഴിക്കുന്ന, ഡോക്ടർമാരും അത് തന്നെ എഴുതി കൊടുക്കുന്നത്. അത് കഴിച്ചിട്ട് ഒരുപാട് പേർക്ക് കിഡ്നിക്ക് ഡാമേജ് വരുന്നുണ്ട്. അതെനിക്ക് 100% അറിയാം. എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസിൻ്റെ ഒക്കെ നമ്മളിത് നിർത്തി കഴിയുമ്പോൾ അവരുടെ കിഡ്നിയുടെ പ്രവർത്തനം ഇമ്പ്രൂവ് ചെയ്യുന്ന നമ്മൾ എപ്പോഴും കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത്, അത് ആളുകൾക്ക് അതിനെക്കുറിച്ച് ഒരു എന്താ പറയുന്ന അവയർനെസ് തീരെ ഇല്ലാത്തത് കൊണ്ട്. നമുക്ക് ആന്റിബയോട്ടിക്സിന്റെ കൂടെ പിന്നെ എന്താ ചെയ്യാൻ പറ്റും? ആന്റിബയോട്ടിക്സ് എന്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ പറയുകയാണെങ്കിൽ ഇത് അതിന്റെ കൂടെ കൊടുക്കുന്നതൊക്കെ ആവശ്യമില്ല.
അതില്ലാതെ കഴിച്ചാൽ എന്താ വരുന്നതെന്ന് നോക്കിയാൽ എന്താ ചെയ്യാൻ പറ്റുമോ? ബ്ലോട്ടിങ് എത്ര പേർക്ക് വരും? പക്ഷെ ആന്റിബയോട്ടിക്സ് മെജോറിറ്റി ആൾക്കാർക്കും ആ, ഗ്യാസിന്റെ ടാബ്ലറ്റ് കോമ്പിനേഷൻ വേണ്ടി വരും. ഞാൻ മരുന്ന് കഴിക്കുമ്പോ ഞാൻ ഇന്ന് വരെ കഴിച്ചിട്ടില്ലല്ലോ. വയറുവേദന എടുക്കില്ലേ ആന്റിബയോട്ടിക്സ്? അതൊന്നുമില്ല, അത് കുറച്ച് വേദനയൊക്കെ കാണും. അതൊക്കെ നമ്മൾ കുറെയൊക്കെ സഹിക്കാൻ പഠിക്കണം. ഈ അസിഡിറ്റി എന്ന് പറയുമ്പോൾ ഒരുപാട് തോന്നിയ പോലെ കഴിക്കരുത് എന്നാണ് ഡോക്ടർ പറഞ്ഞതിന്റെ സാരം. ചില സമയത്ത് ഇപ്പം അസിഡിറ്റി വന്ന് ബ്ലീഡിംഗ് ഒക്കെ വരുന്നവർക്കൊക്കെ കൊടുക്കേണ്ടി വരും, അയാളുടെ ലൈഫ് ഇതാവുന്നത് ആണ്. അതായത് ഒരു തത്വദീക്ഷയില്ലാതെ ഒരു കാരണമില്ല തോന്നിയ പോലെ മിഠായി വിഴുങ്ങുന്ന പോലെ തിന്നരുതെന്നേ ഡോക്ടർ ഉദ്ദേശിക്കാനുള്ളത്. അത് ചിലപ്പം കൊടുക്കാതെ പറ്റിയല്ലാത്ത അവസരം വരും. ഈ നല്ല അൾസറൊക്കെ ഒന്ന് ബ്ലീഡിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇത് കൊടുത്താലേ അത് മാറുള്ളൂ. അന്നേരം നിരോധിക്കാന്നുള്ള ഉദ്ദേശമല്ല, കഴിക്കുക. അതുകൊണ്ട് ആവശ്യമുള്ളതൊക്കെ കഴിക്കുക. അത് വളരെ കഴിച്ചിട്ട് judicious നിർത്തരുത്. ആയിട്ട് ചെയ്യുന്നത് മാത്രം ഉപയോഗിക്കുക, വെറുതെ ഇങ്ങനെ കഴിക്കരുത് എന്നാണ് ഡോക്ടർ പറഞ്ഞതിന്റെ മെയിൻ ആവശ്യത്തിന് നമുക്ക് മാത്രം ആവശ്യത്തിന് മാത്രമേ എല്ലാം കഴിക്കാവുള്ളൂ. സ്വാഭാവികമായിട്ട് ഇപ്പൊ വീഡിയോസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന യങ്സ്റ്റേഴ്സ് ഒക്കെ ആലോചിക്കുന്ന ആവശ്യത്തിനാണെങ്കിൽ നമുക്ക് വല്ലപ്പോഴൊക്കെ മന്തി കഴിക്കുമ്പോൾ ഒരു പെപ്സി ഒക്കെ കുടിക്കാം, വല്ലപ്പോഴും അല്ല, അതൊക്കെ ചെയ്യാം. വല്ലപ്പോഴൊക്കെ ആവാം. അല്ല, ഇതിനൊക്കെ നിയന്ത്രണം പാലിക്കുക, എല്ലാത്തിനും ഇതിന്റെ കാര്യങ്ങളും ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ പോയിന്റ്. അപ്പൊ നമ്മൾ തന്നെ അച്ചടക്കം ഉണ്ടാവും ഇല്ലേ? അപ്പൊ ഈ ആൽക്കഹോളിനോടുള്ള എങ്ങനെയാണ് കിഡ്നി ഫെയിലിയർ? ആൽക്കഹോൾ കൊണ്ട് കിഡ്നി പോവുകയല്ല, ആ. ലിവർ പോവും, നെർവ്സ് പോവും, ഹാർട്ടിന് കേടുവരും, അങ്ങനെ പലതുണ്ട്. നമുക്ക് കിഡ്നി മാത്രം ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ചർച്ച ചെയ്യാം. അതാണ്. അപ്പൊ ആൽക്കഹോൾ കുടിക്കുന്നത് കൊണ്ട് ഐ മീൻ ലിവർ ഓക്കെ എന്തും ആയിക്കോട്ടെ നമ്മുടെ ബോഡിക്ക് കിഡ്നിക്ക് കേടുവരും. ഇതൊക്കെ പക്ഷെ അത് ഈ ഇതിനാവാമെന്നാണ് വിഷമദ്യം എന്നൊക്കെ പറഞ്ഞൊരു സാധനം ഇല്ലേ, മീഥൈൽ ആൽക്കഹോൾ, ആ. അത് കുടിച്ചാൽ കിഡ്നിക്ക് കേടുവരാം. ആ. അല്ലാതെ ഈ സാധാരണ ഇത് കുടിച്ചാൽ ഒന്നും വരികയില്ല. അല്ല, ഞാൻ എന്തെങ്കിലും ഒരു ഡോക്ടറെ നേരിട്ട് കാണുമ്പോൾ ചോദിക്കണം എന്ന് വിചാരിച്ചാണ്. ആൽക്കഹോൾ കുടിക്കുന്നത് വല്ലപ്പോഴും ആവശ്യത്തിനൊക്കെ ആണെങ്കിൽ ഹെൽത്തിന് എന്തെങ്കിലും പ്രശ്നമുള്ള കാര്യമാണോ? പിന്നെ ആ കുപ്പിയുടെ പുറത്ത് വായിച്ചു നോക്കി, അല്ലല്ല, അതുണ്ട്. അത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിന്റെ പുറത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അതിന് കുഴപ്പമില്ല. പ്രൊഫസർ പറയുന്നത് അടി മുതൽ മുടി വരെ മുഴുവൻ അവയവങ്ങളെയും മോശമായി ബാധിക്കുന്ന സാധനമാണ് ആൽക്കഹോൾ എന്നാ പറയാ. തൊടാൻ പാടില്ലെന്നാണോ? തൊടാൻ പാടില്ലെന്നല്ല, എല്ലാ കാര്യങ്ങളും ഇതെല്ലാം കൂടുതലാകുമ്പോൾ എല്ലാവരും പറയുന്ന അമൃത എന്നാ അധികമായാലും അമൃതും വിഷവും എന്ന് പറഞ്ഞല്ലേ. എല്ലാത്തിനും ഒരു മോഡറേഷനിലൊക്കെ പോയാൽ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ടല്ല എല്ലാ മനുഷ്യരും പിന്നെ മനുഷ്യന്റെ അസുഖം വന്നു tendency പോയത്. ഉണ്ടായിരുന്നു. അതില്ല. പിന്നെ കിഡ്നി ഫെയിലിയറിനെ പറ്റി പറയുമ്പോൾ ഇതൊക്കെ പറഞ്ഞ ഈ ജീവിതശൈലിയൊക്കെ പറയുന്നതിന് പുറമെ നമ്മുടെ ഈ ഇതിലെന്താ പറയുക, ഇപ്പോൾ പോപ്പുലേഷനിൽ ഒരു നിശ്ചിത ശതമാനം പേർക്ക് നമുക്ക് യാതൊരു റോളും ഇല്ലാത്ത രീതിയിൽ കിഡ്നി ഫെയിലർ വരും. അത് നമ്മുടെ കാരണം കൊണ്ടൊന്നുമല്ല. എൻ സ്റ്റേജ് റീനൽ ഡിസീസ് വരുന്ന ചില കിഡ്നിയെ പ്രത്യേകമായിട്ട് ബാധിക്കുന്ന, കിഡ്നിയുടെ മാംസത്തിനെ ബാധിക്കുന്ന ചില അസുഖങ്ങളുണ്ട്. അത് കുറേ എണ്ണമുണ്ട്. അത് അധികമില്ല, പക്ഷെ അത് ലിമിറ്റഡ് ആയിട്ട് ഏത് ലോകത്തെ ഇവിടുത്തെ പോപ്പുലേഷനിലും ചെറിയൊരു ശതമാനം പേർക്ക് കിഡ്നി ഫെയിലർ. അതാണ് നമ്മൾ ഒരു കുഴപ്പമില്ലാത്ത മനുഷ്യന്മാർക്കെല്ലാം പെട്ടെന്ന് അയ്യോ അയാൾക്കൊരു ദുശ്ശീലയില്ല, ഒന്നുമില്ല, അസുഖമില്ല, ഷുഗറില്ല, പ്രഷറില്ല, പെട്ടെന്ന് ഒരു കിഡ്നി ഫെയിലർ. അത് കിഡ്നിയൊക്കെ അങ്ങ് ചുരുങ്ങി അങ്ങ് പോകും ഇല്ലേ? ആ എൻ സ്റ്റേജ് റീനൽ ഡിസീസ് അങ്ങനെ ഹെറിഡിറ്ററി വരാറുണ്ടോ? അത് ഡോക്ടർ കുറച്ചുകൂടെ വിശദമായി പറഞ്ഞു തരാൻ സാധ്യതയുണ്ട്. ഹെറിഡിറ്ററി പോളിസിസ്റ്റിക് കിഡ്നി എന്ന് പറഞ്ഞ ഒരു അസുഖമുണ്ട്. എന്ന് വെച്ചാൽ കിഡ്നിക്കകത്ത് പല കൊമള പോലെ വരും. അന്നേരം അത് വന്നു കഴിയുമ്പോൾ നമ്മുടെ നോർമൽ കിഡ്നിക്ക് പകരമായി കൊമള വരുന്നത്. അന്നേരം ആ കിഡ്നി പോയില്ലേ, അത്രയും ഭാഗത്തെ കിഡ്നി പോയി. അന്നേരം പിന്നെ അത് പാരമ്പര്യമായിട്ട് വരും. അത് ഓട്ടോസോമൽ ഡോമിനന്റ്. അന്നേരം പേരൻസിൽ നിന്ന് മക്കൾക്ക് താഴോട്ട് ഒരുവിധം എല്ലാവർക്കും വരും. അത് ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ ഒരുവിധം കോമൺ ആയിട്ടുണ്ട്. നമ്മൾ ഇവിടെ ഡയഗ്നോസ് ചെയ്യുന്ന പല പേഷ്യൻസ് ഉണ്ട് പോളിസിസ്റ്റിക് കിഡ്നി ഉള്ളവർ. അന്നേരം അവരുടെ ഫാമിലിയൊക്കെ നമ്മൾ സ്ക്രീൻ ചെയ്ത് നോക്കും. ഇപ്പോൾ ഇതിൽ ഒരാൾക്ക് അസുഖം വന്നിട്ട് നമ്മുടെ ഒ പി വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇതുണ്ടെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അവരുടെ ബ്രദേഴ്സിനെയും സിസ്റ്റേഴ്സിനെയും മക്കളെയും പേരൻസിനെയും ഒക്കെ നോക്കും, ഇത് എങ്ങനെയാ വന്നതെന്ന് അറിയാനായിട്ട്. അത് ഉണ്ട് ഇവിടെ. പിന്നെയും പല രോഗങ്ങളുണ്ട് ഇങ്ങനെ പാരമ്പര്യമായിട്ട് വരുന്നത്. പക്ഷെ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് ഇതല്ലാത്ത പാരമ്പര്യമായിട്ട് വരുന്ന രോഗങ്ങളുണ്ട്. പക്ഷെ അതെല്ലാം തീരെ കുറവായിപ്പോ. കുറെ സാധനങ്ങളേ ഉള്ളൂ. പാരമ്പര്യം അല്ലാണ്ട് സ്വയം പെട്ടെന്ന് കിഡ്നിക്ക് വരുന്ന കുറെ അസുഖങ്ങളുണ്ട്. അത് നമുക്കൊന്നും റോളൊന്നുമില്ല, അതിനെ ചുരുങ്ങി അങ്ങ് പോകും. കിഡ്നി ഫെയിലായി വരുമ്പോൾ ആ ഫെയിലർ മാനേജ് ചെയ്യാൻ മാത്രമായിരിക്കും നമ്മുടെ റോൾ. ഡയാലിസിസ് അത് ഒരു കിഡ്നിക്കായിരിക്കും അങ്ങനെ വരുന്നത്. ഒരു കിഡ്നിക്കായിട്ട് വന്നാൽ കുഴപ്പമൊന്നും പറ്റില്ല. ഈ ഇങ്ങനെ വരുന്ന 2 കിഡ്നി അങ്ങ് ചുരുങ്ങിട്ട് പോകണം. അതെല്ലാ വേഗത്തിനും വരാമല്ലോ. അത് കണ്ടിട്ടില്ലേ, ഹാർട്ടിന് അസുഖം വരുമ്പോഴത്തേനും പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഒന്നും ഇല്ലാത്തവർക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്ന കണ്ടിട്ടില്ലേ? അതുപോലെ വരാം. അതെ, അതിൽ വ്യത്യാസമൊന്നുമില്ല. എല്ലാത്തിനും ഒന്ന് തന്നെ. അതാണ് നമ്മൾ പണ്ട് കാലത്ത് കിഡ്നി ഫെയിലർ, എൻ സ്റ്റേജ് റീനൽ ഫെയിലർ ആയിട്ട് പൊതുവെ കണക്കാക്കിയിരുന്നത്. ഇപ്പോഴാണ് ഈ ജീവിതശൈലി രോഗങ്ങളുടെ എല്ലാം തള്ളിക്കയറ്റം. അതിനു മുമ്പേ മറ്റതാണ് നമ്മൾ ട്രാൻസ്പ്ലാന്റിലേക്ക് പോകുന്ന മിക്കവാറും കേസുകൾ. ഡയാലിസിസ് തന്നെ പല ടൈപ്പില്ലേ?
അതാണ് പറഞ്ഞ രണ്ട് മുമ്പേ തരം. പറഞ്ഞില്ലേ ഹീമോഡയാലിസിസും ആ. പെട്രോണിയം ഡയാലിസിസും. പെട്രോണിയം ഡയാലിസിന്റെ ഗുണം പറഞ്ഞു, അത് ചെയ്യാൻ കുറച്ച് പണിയാണ്, പക്ഷെ ആംബുലന്റ് ആയിട്ട് നടക്കാം. ഓ ഹീമോഡയാലിസിസ് ചെയ്യുന്ന സമയത്ത് 4-5 മണിക്കൂർ ഇതിങ്ങനെ കിടന്ന് വേറെ ഒരു പരിപാടിയും നടക്കില്ല. ഭയങ്കര നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ ചില സമയത്ത് ഡോക്ടേഴ്സായിട്ട് പെരുമാറുന്ന സാഹചര്യങ്ങൾ വരുമല്ലോ. അപ്പൊ ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട്, കുറെ വെള്ളം കുടിച്ചാൽ മതി, കിഡ്നിക്ക് ഒരു പ്രശ്നവും വരില്ല, നിങ്ങൾ എന്ത് വെള്ളം ചെയ്ത് ഇഷ്ടംപോലെ വെള്ളം കുടിച്ചാൽ മതി, എല്ലാം ഫ്ലഷ് ചെയ്ത് പൊക്കോളും, അങ്ങനെ ഒരു അതെല്ലാം വളരെ ഉപരിപ്ലവമായ, വളരെ എന്താ പറയുക, വളരെ ഒരു ഗഹനമായ വിഷയത്തെ വളരെ ലളിതവൽക്കരിച്ച് പറയുന്നതാണ്. അത്രയൊന്നും എളുപ്പമല്ല. മാത്രമല്ല, ചില സിറ്റുവേഷനിൽ ഓവർലോഡ് വെള്ളം കുടിക്കാനും പാടില്ല. ഡോക്ടർ തന്നെ കിഡ്നി ഫെയിലിയർ വരുന്ന ഒരാൾക്കോട് 6 മുതൽ 8 ഗ്ലാസ്സിനപ്പുറം കുടിക്കാൻ പാടില്ല എന്ന് പറയുന്ന സന്ദർഭങ്ങളാണ് കൂടുതൽ. നമ്മൾ പോലും യൂറോളജിസ്റ്റ് എന്നുള്ള നിലയിൽ പോലും നമ്മൾ ഈ പ്രോസ്റ്റേറ്റിൻ്റെ അസുഖമൊക്കെ ഉള്ളവർക്ക് രാത്രിയൊക്കെ ഒരുപാട് വെള്ളം കുടിക്കുന്നവരോട് അതൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്യും. വെള്ളം കുടി എപ്പോഴും ശാശ്വത പരിഹാരമല്ല. കിഡ്നി ഫെയിലർ, ലിവർ ഫെയിലർ, ഹാർട്ട് ഫെയിലറൊക്കെ ഓൾറെഡി ഉള്ളവർക്ക് എത്ര വെള്ളവും താങ്ങാനുള്ള കഴിവുണ്ട് എന്ന് വിചാരിക്കരുത്. അത് നമ്മുടെ ശരീരത്തിൽ ലോഡ് താങ്ങാതെ ഹാർട്ട് ഫെയിലറും പൾമണറി എഡീമയും ഒക്കെ ആയിട്ട് വരാം. ഉപ്പ് കുറയാം, സോഡിയം കുറയാം. അതുകൊണ്ട് വെള്ളം കുടിക്കുന്നത് ഒരുപാട് കുടിക്കുന്നതൊന്നും എപ്പോഴും നന്നാവണമെന്നില്ല. കൃത്യമായ അളവിൽ അതിൻ്റെ കാര്യത്തിനനുസരിച്ച് ചെയ്യണം. പിന്നെ ഇപ്പൊ കൂടി വരുന്ന ഒരു കാര്യം, നമ്മൾ ഈ സിന്തറ്റിക്സ് ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ വരുന്നില്ലേ, അതും കിഡ്നി ഡിസീസുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് പറയാൻ പറ്റുമോ? ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പൊ നമ്മുടെ ബുക്കിനകത്തൊക്കെ ഇപ്പൊ പുതിയതൊക്കെ വരുന്നത് എനിക്ക് എല്ലാം നമുക്ക് നമുക്ക് ആയി ചെയ്യാൻ വരുന്നേ പറ്റില്ല. ഉള്ളൂ. സാധനങ്ങൾ അത്രയും കൂടുതലാണ്. സാധാരണയുള്ള അല്ലല്ല ഓരോ സാധനങ്ങളും ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ പാൻഡോപ്രസോളൊക്കെ കഴിക്കാൻ തുടങ്ങിട്ട് എത്ര വർഷമായി. അത് കഴിഞ്ഞ് ഈ ഇതുകൊണ്ട് അസുഖം വരുമെന്ന് അറിയാൻ തുടങ്ങിയിട്ട് ഒരു 15-20 കൊല്ലമായിട്ടുള്ളൂ. അങ്ങനെ ഓരോരുത്തർ അറിഞ്ഞു വരുന്നത്. അതേപോലെ ഇതിന് ഡോക്ടർ ഈ അല്ലല്ല ഇതുപോലെ ഇതിന് അതുപോലെ ഈ സാധനങ്ങളും ഇങ്ങനെ ഉപയോഗിച്ച് വരുമ്പോ അറിയാം ഇതുകൊണ്ട് അങ്ങനെ വരുമെന്ന്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു സാധനമുണ്ട്, ഹെറോയിൻ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലേ. ഹെറോയിൻ കിഡ്നി ഫെയിലർ ഉണ്ടാക്കും, ഹാർട്ട് ഡിസീസ് ഉണ്ടാക്കും. അതൊക്കെ പ്രൂവ്ഡ് ആണ്. എന്നുവെച്ചാൽ ഇതൊക്കെ പണ്ടേ ഉള്ള സാധനങ്ങൾ. അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ രീതിയിലുള്ള ഇങ്ങനെയുള്ള ഡ്രഗുകൾ യൂസ് ചെയ്തിട്ട് ചെറുപ്പക്കാരിൽ ഇതുപോലുള്ള കിഡ്നി റിലേറ്റഡ് ഡിസീസുകൾ എന്തെങ്കിലും അങ്ങനത്തെ കേസുകൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. കാണുമായിരിക്കും ഇഷ്ടം പോലെ. ഒന്നാമത്തെ കാര്യം, ഈ ഡ്രഗ്സ് ഇപ്പൊ ഈ പുതിയ ഡ്രഗ്സിന്റെ ഒക്കെ പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉപയോഗിച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റിയല്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പേഷ്യന്റിനെ കണ്ടായിരുന്നു. അന്നേരം അതിന്റെ കൂടെ അതിന്റെ കൂട്ടുകാരനായിരിക്കുന്നത്. അന്നേരം ഞാനിങ്ങനെ ഇയാളോട് എല്ലാരോടും നമ്മൾ അവസാനം ചോദിക്കും, നിങ്ങൾ കള്ളു കുടിക്കുവോ സ്പോലിക്കുവോ എന്നൊക്കെ. അന്നേരത്തേനും വേറെ എന്തെങ്കിലും ഉപയോഗിക്കുമോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അന്നേരത്തേനും ആ കൂട്ടുകാരൻ എന്നെ എന്നോട് പറഞ്ഞതെന്നറിയാം, ഡോക്ടർക്ക് ഏതൊക്കെ ഡ്രഗ്സിന്റെ പേരറിയാം, അത് എല്ലാം ഇതിനെ ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ചേ അറിയത്തുള്ളൂ. അന്നേരം അതൊന്നും അല്ല, ഇനി ഇഷ്ടം പോലെ ഉണ്ടെന്ന് പറഞ്ഞു. അതാണ് അന്നേരം നമുക്കറിയത്തില്ല. ഈ ഡ്രഗ്സിന്റെ എല്ലാം മെയിൻ കുഴപ്പം അതല്ലേ. അതുകൊണ്ടല്ലേ ഈ സ്കൂളിലെ പിള്ളേരൊക്കെ ഉപയോഗിക്കുമെന്ന് പറയുന്നത്. വീട്ടിൽ ചെല്ലുമ്പോൾ പേരൻസിന് അറിയത്തില്ല. അതേസമയം കള്ളു കുടിച്ച് ചെല്ലുവാണെങ്കിൽ ആ മണമെങ്കിലും വരും. നമുക്ക് അത് വെക്കാനൊന്നും പറ്റില്ല. ഈ ഡ്രഗ്സ് പലതും ഡിറ്റക്ട് ചെയ്യാൻ തന്നെ വിഷമാണ്. കെമിക്കൽ ടെസ്റ്റിംഗ് ഒക്കെ വേണ്ടി വരും. ആരാണ് എങ്ങനെയാണ് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുന്നത്? ഇവര് ചെറിയ ഹാപ്പി ആയിട്ടൊക്കെ വരുമ്പോഴത്തേനും ചിലപ്പോൾ വീട്ടുകാർ ഓർക്കും ഇവൻ ഇന്ന് സന്തോഷത്തിലാണല്ലോ, നല്ല കാര്യം. ഇതൊക്കെ ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ. ലീഗലായിട്ട് ഇപ്പോഴത്തെ ജനറേഷൻ ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പൊ വർക്ക്ഔട്ടിന് പോകുന്ന ആൾക്കാർ എടുക്കുന്ന കുറെ സപ്ലിമെന്റ്സ് ഉണ്ട്. അല്ലാതെ ഗ്ലൂട്ട പോലുള്ള പെൺകുട്ടികൾ എടുക്കുന്ന കുറെ സ്പെഷ്യലൈസ്ഡ് കാര്യങ്ങളുണ്ട്. ഇതിനൊക്കെ കാരണം ഈ ക്രിയാറ്റിനും ഗ്ലൂട്ടയൊക്കെ എടുക്കുന്ന ആൾക്കാരോട് ഡോക്ടേഴ്സ് പറയാറുണ്ട് ഇത്ര ലിറ്റർ വെള്ളം മിനിമം കുടിച്ചിരിക്കണം, അല്ലെ കിഡ്നി അടിച്ചു പോകുന്ന ഡോക്ടേഴ്സ് തന്നെ പറയാറുണ്ട്. അതിലൊക്കെ എത്രത്തോളം അതെപ്പോഴും തീർച്ചയായിട്ടും എന്നാ പ്രശ്നം എന്ന് വെച്ചാൽ സൊല്യൂട്ട് ലോഡ് എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ട്. സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്നാ, നമ്മള് സോൾവെന്റും സൊല്യൂട്ടും എന്ന് പറഞ്ഞാൽ വെള്ളത്തിനകത്ത് ഉപ്പിടുവാണെങ്കിൽ അത് സൊല്യൂട്ടാ. അന്നേരം ഉപ്പാണ് സൊല്യൂട്ട്. അന്നേരം ആ സൊല്യൂട്ട് ലോഡ് നമ്മുടെ ബോഡിയിൽ കൂടുമ്പം, പ്രത്യേകിച്ചും പ്രോട്ടീൻ്റെ സാധനങ്ങളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുമ്പോൾ ഇതെല്ലാം ഇവിടെ കൂടെ പോകുന്നത്, കിഡ്നിക്കകത്തൂടെ പോകണം. അന്നേരം ഇത് ആവശ്യത്തിൽ കൂടുതൽ ഇതാക്കി കഴിഞ്ഞാൽ കിഡ്നിക്ക് ഇതിനെല്ലാം നമ്മുടെ യൂറിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനും അല്ല ഈ സൊല്യൂട്ട്സിൻ്റെ കോൺസെൻട്രേഷൻ ഇത്ര വരെയേ കൂട്ടാൻ പറ്റുള്ളൂ. അന്നേരം ഇതിലും കൂടുതൽ അതിനെക്കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ നോക്കി. അതായത് ആവശ്യത്തിന് വെള്ളം, അതാണ് ഇവർ ഈ പറയുന്ന വെള്ളം കൂടുതൽ കുടിക്കണമെന്ന്. ഒരു ദിവസം ഉണ്ടാകുന്ന സൊല്യൂട്ട്സ്, സാധാരണഗതിയിലുള്ള സൊല്യൂട്ട്സ് നമ്മുടെ ദേഹത്തുനിന്ന് പോകണമെങ്കിൽ 500 മില്ലി വെള്ളമെങ്കിലും വേണം, 500 ml യൂറിൻ വേണം. അന്നേരം അതിലും കുറച്ച് കഴിഞ്ഞാൽ എന്നാ പറ്റും, നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇതെല്ലാം പോവുകയല്ല, അത് നമ്മുടെ ദേഹത്ത് അത് കട്ടി നിൽക്കും. അതുകൊണ്ട് ഈ വെള്ളം കൂടുതൽ കുടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ ഈ മൂത്രത്തിൽ കൂടെ പോകുന്നുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഇത് പോകുന്നത് വരും.
പിന്നെ ഈ സപ്ലിമെന്റ്സിന് ഏറ്റവും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എന്നതാ ഉള്ളതെന്ന് ആർക്കും അറിയത്തില്ല. കണ്ടിട്ടില്ല ആ ബോട്ടിലിനകത്ത് എന്നതാ ഉള്ളതെന്ന് ആർക്കും അറിയാന്ന്. അതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഈ ടിൻ ഇതെടുത്ത് നോക്കി, ഇവർ ഈ ശരീരം നന്നാകാനെന്നും പറഞ്ഞ് തരുന്നതിന്റെ പ്രോട്ടീൻ പൗഡർ അതിൽ എന്നതാ എഴുതിയിരിക്കുന്ന പ്രോട്ടീൻ പൗഡർ എന്ന് പറഞ്ഞ് തരുന്ന സാധനം സോയാബീനാ മെയിൻ. നിങ്ങളത് വായിച്ചു നോക്കിയാൽ അറിയാം അതിനകത്ത് സോയാബീനാ. പക്ഷേ അത് കഴിക്കുമ്പോഴത്തേനും നമുക്ക് നല്ല മസിലൊക്കെ വെക്കും. നിങ്ങൾ വെറുതെ സോയാബീൻ പൊടി എടുത്ത് കഴിച്ചു നോക്കി, ഒരിക്കലും അങ്ങനെ ആകുകയില്ല. അന്നേരം ഇതിനകത്ത് എന്തോ അവർ ആഡ് ചെയ്യുന്നുണ്ട്, അതിനകത്തൊന്നും സംശയമില്ലാത്ത കാര്യമാണ്. അന്നേരം അതൊക്കെയാണ് ഇങ്ങനത്തെ ഇത് ആഡ് ചെയ്ത് കഴിക്കുന്നതിന്റെ ഞാൻ നോക്കിയിട്ട് ഏറ്റവും വലിയ പ്രശ്നം. അവരൊരിക്കലും നമ്മളോട് പറയാത്ത സാധനങ്ങൾ അതിനകത്ത് ആഡ് ചെയ്യുന്ന കാണും. പിന്നെ എന്തുകൊണ്ടല്ലേ പ്രോട്ടീൻ പൗഡർ എന്ന് പറഞ്ഞതിന് പകരം സോയാബീൻ പൗഡർ കഴിച്ചാൽ പോരെ? കണ്ടൻസ് കൃത്യമായിട്ട് ലിസ്റ്റ് എഴുതുന്നതല്ലേ? ചെയ്യാൻ പറ്റുമോ ലീഗലി? എഴുതി വെച്ചിരിക്കുന്നിടത്ത് വായിച്ചു നോക്കി, അതിനകത്ത് കാര്യമായിട്ടുള്ളത് സോയാബീൻ പൗഡറാണ്. അതാ ഞാൻ പറഞ്ഞത്. അതും നിങ്ങൾ സോയാബീൻ പൗഡർ മാത്രം മേടിച്ച് കഴിച്ചു നോക്കിയാൽ നന്നാവൂല. അന്നേരം അതാ പറഞ്ഞത് ആഡ് ചെയ്യുന്നത്. അനബോളിക് സ്റ്റിറോയിഡ്സ് ഉണ്ട്, അത് ഇഞ്ചക്ഷൻ രൂപത്തിലും മറ്റു തരത്തിലും ചെയ്യുന്നുണ്ട് ബോഡി ബിൽഡിങ്ങിന്. അതും വലിയ ഡാമേജ് ആണ്. അത് സ്റ്റിറോയിഡ് ആണ്, നമ്മുടെ ബോഡിയിലെ സ്റ്റിറോയിഡ് മെക്കാനിസത്തിനെയൊക്കെ ഡിസ്റ്റർബ് ചെയ്ത് കളയുന്നു. നമ്മുടെ ഈ സ്റ്റിറോയിഡ്സ് വഴിയുള്ള ഈ മസിൽസ് വളർച്ച ഉപയോഗപ്പെടുത്താനാണ് അവർ പുറമേന്ന് കുത്തിവെക്കും. പുറമേന്ന് കുത്തിവെക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ബോഡിയിൽ നാച്ചുറലായി ഉണ്ടാവുന്ന ആ സിസ്റ്റം സപ്രസ് ആവും. പുറമേന്ന് വിട്ടാണ് ഞാനിതിനെ പണിയെടുക്കുന്ന നിലയിൽ നിൽക്കും. പക്ഷെ ഇത് നമുക്ക് ഐഡിയൽ ആയിട്ടുള്ളതോ നമ്മുടെ ബോഡിക്ക് കറക്റ്റ് ആയിട്ടുള്ള സാധനമൊന്നുമല്ല. നമ്മുടെ ഈ ആൻഡ്രോജൻ, അതായത് പുരുഷത്വം നിലനിർത്തുന്ന എല്ലാ സാധനവും സപ്രസ് ആവും. സെക്ഷുവാലിറ്റി, ഫെർട്ടിലിറ്റി, ലൈംഗികക്ഷമത, കുട്ടികളുണ്ടാവാനുള്ള കഴിവൊക്കെ നശിച്ചു പോകും. നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകുന്ന സ്റ്റിറോയിഡ് മാത്രമേ നമ്മുടെ ഈ ടെസ്റ്റിക്കുലർ ഫംഗ്ഷൻ, വൃഷണത്തിന്റെ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി നിർവഹിക്കുള്ളൂ. പുറമേ നിന്ന് കൊടുക്കുന്ന ആ ഹോർമോൺസ് അതിനുള്ള കഴിവില്ല. അത് ടെസ്റ്റിസിനെയൊക്കെ സപ്രസ് ചെയ്യണം. അതിന് ഫെർട്ടിലിറ്റി. പിന്നെ പലതും ഓവർ ഡോസായി കഴിച്ചാൽ പിന്നെ കാർസിനോജനിക് എഫക്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. വെച്ചാൽ ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം കൊണ്ട് ഇതൊക്കെ വെച്ചിട്ടാണ് പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബോഡി ബിൽഡിങ്ങിന് വേണ്ടി അവർ ഉപയോഗിക്കുന്നത്. ഈ ഒബിസിറ്റി ഒക്കെ ഉള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് കിഡ്നി ഫെയിലിയറിലേക്ക് അല്ലെങ്കിൽ കിഡ്നി ഡിസീസിലേക്കൊക്കെ പോകുന്നത്? അത് നമുക്കിപ്പോൾ ഒരു കിഡ്നിയുടെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി അത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വേസ്റ്റ് ഒക്കെ പുറത്ത് കളയുക എന്നുള്ളതാണ്. നേരെ കിഡ്നിക്ക് ഡാമേജ് വരുമ്പം ഇതിങ്ങനെ പോവുകയില്ല. അതിനാണ് നമ്മൾ കിഡ്നി ഫെയിലിയർ എന്ന് പറയുന്നത്. പക്ഷേ ആ അതിന് മുന്നേ വരുന്ന ഒരു തകരാറുണ്ട്. അതാണ് പോകരുതാത്ത സാധനങ്ങൾ മൂത്രത്തിൽ കൂടെ പോയി തുടങ്ങും. അത് പ്രോട്ടീൻ, ആൽബുമിൻ. നോർമലി നമ്മുടെ മൂത്രത്തിൽ കൂടെ ആൽബുമിൻ വരികയില്ല. അത് നമുക്ക് വേണ്ട സാധനം. ബ്ലഡ് ആണോ? ആ ബ്ലഡിനകത്തുള്ള ആൽബുമിൻ, പ്രോട്ടീൻ, അത് നമുക്ക് വേണ്ട സാധനമാണ്. നമ്മുടെ ശരീരത്തിന് വേണ്ടിയത് തന്നെയാണ്. അതൊരിക്കലും മൂത്രത്തിൽ കൂടെ പോകരുത്. അന്നേരം ഈ അരിപ്പ എന്ന് പറഞ്ഞാൽ കിഡ്നിയല്ലേ, ആ അരിപ്പയ്ക്ക് കേട് വരാൻ തുടങ്ങുമ്പോൾ പോകരുതാത്ത സാധനങ്ങൾ പോയി തുടങ്ങും. അതുകൊണ്ട് യൂറിൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയല്ലേ ആൾക്കാർ മൂത്രത്തിന് പതച്ചിൽ കാണുന്നു, നൊര കാണുന്നു എന്നൊക്കെ പറഞ്ഞ് നോക്കുന്നത് പ്രോട്ടീൻ വരുമ്പോഴാണ്. അന്നേരം അത് എത്ര ഉണ്ടെന്ന് അത് മെഷർ ചെയ്ത് നോക്കും. നമ്മൾ ഒരു ദിവസത്തെ മുഴുവൻ മൂത്രം എടുത്തിട്ടും അല്ലാതെയൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. നോർമലിലും കൂടുതൽ അത് പോകുന്നുണ്ടെങ്കിൽ അത് കിഡ്നിയുടെ രോഗമാണ്. അത് കിഡ്നി ഫെയിലിയർ ആയിട്ടില്ല. ഇങ്ങനെ കണ്ടിട്ടുള്ള ആൾക്കാർ എന്താണ് സഡൻ ആയിട്ട് അതിന് ചെയ്യേണ്ടത്? അതായത് നമ്മുടെ ഈ ഡയബറ്റിസ് കൊണ്ട് കിഡ്നി കേടാവുമല്ലോ, അതിനാദ്യം വരുന്ന ചേഞ്ച് എന്ന് പറയുന്നത് ഇതാ. കിഡ്നി ഫെയിലിയർ വരുന്നതിന് മുന്നേ വരുന്ന ചേഞ്ച് എന്ന് പറയുന്ന മൂത്രത്തിൽ കൂടെ ആൽബുമിൻ വരുന്ന. അതുകൊണ്ടല്ലേ മൈക്രോ ആൽബുമിനൂറിയ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യുന്നില്ല, യൂറിൻ ചെയ്ത് നോക്കണം. കിഡ്നി ഫെയിലിയർ വരുന്നതിന് മുമ്പ് ഇതാ ചെയ്യുന്നത്. അതിനാണ് കിഡ്നിയെ ഷുഗർ ബാധിച്ചിട്ടുണ്ടോ എന്ന് അറിയാനായിട്ടാണ് ആൽബുമിൻ യൂറിനകത്തൂടെ വന്ന് തുടങ്ങുന്നുണ്ടോ എന്ന് നോക്കുന്നത്. ആ സ്റ്റേജിൽ തന്നെ അതിനെ കൺട്രോൾ ചെയ്ത് നോക്കണം. അവിടെ വരാതെ നോക്കുക ഏറ്റവും നല്ലത്. എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ഒരു എത്രയോ മുമ്പേ തന്നെ ഈ ആൽബുമിൻ പോകാൻ നോക്കും. ക്രിയാറ്റിനൊക്കെ കൂടുന്നതിന് മുമ്പ് കിഡ്നി ഫെയിലൊക്കെ നേരെയാണ് അതിന്റെ പ്രാധാന്യം. അപ്പൊ അത് നേരത്തെ കണ്ടുപിടിക്കുകയും അതിനനുസരിച്ച് ചികിത്സകൾ അത് തന്നെയല്ല, ഒരുപാട് നേരത്തെ ആണെങ്കിൽ മറ്റേ ക്രിയാറ്റിൻ കൂടാതെ കിഡ്നി ഫെയിലിയറായി, അത് ഒരിക്കലും റിവേഴ്സിബിൾ അല്ല. അത് പിന്നെ ഒരിക്കലും മാറുകയില്ല. പതുക്കെ വരുന്ന കിഡ്നി ഫെയിലിയർ ഒരിക്കലും മാറുകയില്ല. പക്ഷേ മൂത്രത്തിനകത്തോടെ പ്രോട്ടീൻ വരുന്നത്, അതിനെ ഈ മൈക്രോ ആൽബുമിൻ എന്ന് പറയുന്നത്, ഒരു ദിവസം നോർമലി ഒരു 150 മില്ലിഗ്രാം ഒക്കെ വരെ പോകാം മൂത്രത്തിൽ കൂടെ. അത് അതിൽ കൂടിക്കഴിഞ്ഞാൽ ഒരു 300 വരെ വരുന്നത് കിഡ്നി അഡ്ജസ്റ്റ് ചെയ്തോളൂ. എന്ന് പറഞ്ഞാൽ അത് തിരിഞ്ഞു വരും. നമ്മൾ ഷുഗറൊക്കെ കൺട്രോൾ ചെയ്യുക അതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് നോർമലാകാം. പക്ഷെ അതിൻ്റെ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഇറിവേഴ്സിബിൾ ആയി. പിന്നെ നമ്മൾ എല്ലാ രോഗങ്ങളും ചെയ്യുന്നത് എന്നതാ
അതിൻ്റെ പ്രോഗ്രഷൻ കുറയ്ക്കുക ചെയ്യുന്നത്. അത് അടുത്തതിലേക്ക് പോയി മോശമായി പോകാതെ നോക്കുക ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് ഇതിനെല്ലാം ക്യൂർ ചെയ്യാനൊന്നും പറ്റിയല്ല. മനുഷ്യന് ഇന്ന് വരെ രോഗങ്ങൾ എത്രയാണ് സുഖപ്പെടുത്താൻ പറ്റുന്നുണ്ട്? തീരെ കുറച്ചേ ഉള്ളൂ. കുറേ ഇൻഫെക്ഷനൊക്കെ ട്രീറ്റ് ചെയ്യാൻ പറ്റും ആൻറ്റിബയോട്ടിക് ഒക്കെ കൊടുത്ത്. ഇപ്പം അതും ഇല്ലാതായി തുടങ്ങി. ഇൻഫെക്ഷൻ ഇപ്പം ബാക്ടീരിയ എല്ലാം റെസിസ്റ്റൻ്റ് ആയതോടുകൂടി ഇപ്പം അതും കുറഞ്ഞു വരിക. പിന്നെ കുറേ ക്യാൻസറൊക്കെ ക്യൂർ ചെയ്യാൻ പറ്റും അന്നേരം. അതുപോലെ അന്നേരം അതാണ് ഈ ഒബീസിറ്റിയുടെ കാര്യമാണ് പറഞ്ഞു വന്നത്. അന്നേരം പറയാം, നമ്മുടെ കിഡ്നി ഇപ്പം എനിക്ക് 50 കിലോ വെയിറ്റ് ഉള്ളപ്പം എൻ്റെ കിഡ്നി ചെയ്യുന്ന ജോലി എനിക്ക് 100 കിലോ ആയി കഴിയുമ്പോൾ അതിൻ്റെ ഇരട്ടിയായില്ലേ? അന്നേരം നമ്മൾ ഏതൊരു ഓർഗനെയും ഓവർ വർക്ക് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ, എന്നിട്ട് നമ്മുടെ വെയിറ്റ് കൂടി കഴിഞ്ഞാൽ ഓവർ വർക്ക് ആകുന്ന ഓർഗൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് കിഡ്നി, പിന്നെ ലിവർ, പിന്നെ ഹാർട്ട്, പിന്നെ ലങ്സ്. ഈ 4 സാധനങ്ങൾക്ക് നമ്മുടെ വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ കൂടുതൽ ജോലി ചെയ്യേണ്ട വരും. അന്നേരം ഇതിങ്ങനെ വരുമ്പോൾ തന്നെ ഇത് ഇരട്ടി ജോലി ചെയ്ത് കഴിയുമ്പം ഏത് അവയവത്തിനെ കൊണ്ടും കൂടുതൽ ജോലി ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കേടായി പോകും. അതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് ഈ US-ലൊക്കെ അവിടെയൊക്കെ ഒബീസിറ്റി ഭയങ്കര കൂടുതലാണ്. അവിടെയൊക്കെ ലിവർ ട്രാൻസ്പ്ലാന്റിൻ്റെ ഏറ്റവും കോമൺ കോസ് എന്ന് പറയുന്നത് ഈ ഫാറ്റി ലിവറൊക്കെ വന്നിട്ട് ലിവർ പോകുന്നതാണ്. അന്നേരം അതൊരു വലിയ പ്രശ്നമാണ്. ലിവർ കേടാവും, ഇത് വരും. പിന്നെ ഹാർട്ടിൻ്റെ കേട്, അതെല്ലാം അതിൻ്റെ പുറകെ വരുന്ന സാധനങ്ങളാണ്. അന്നേരം ഈ കിഡ്നി രോഗങ്ങളുടെ ലക്ഷണങ്ങൾ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, മൂത്രത്തിൽ കൂടെ ആൽബുമിൻ വരുന്നതായിരിക്കും ആദ്യത്തെ സ്റ്റേജ്. അന്നേരം മൂത്രത്തിന് പതച്ചിലൊക്കെ കാണും. അന്നേരം അത് കൂടുതൽ മൂത്രത്തിൽ കൂടെ പോയി കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ പ്രോട്ടീനൊക്കെ കുറയാൻ തുടങ്ങുമ്പോൾ നമുക്ക് നീര് വെച്ച് തുടങ്ങും. കാലിന് വീക്കോ ഒക്കെ വരാൻ തുടങ്ങും. യൂഷ്വലി ആദ്യം ഈവനിങ്ങിലൊക്കെ ആയിരിക്കും കാണുന്നത്. പിന്നെ അത് കൂടി എല്ലാ സമയത്തും അത് നമുക്ക് കാണാൻ തുടങ്ങും. അങ്ങനെ വരാം. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, കാലിന് നീര് വന്നാൽ എല്ലാവർക്കും കിഡ്നി ഫെയിലർ ഒന്നും ഇല്ല. ഒരുപാട് രോഗങ്ങളുണ്ട് കാലിന് നീര് വരുന്നത്. പക്ഷേ അങ്ങനെ ഒരു പുതിയ ലക്ഷണം കണ്ടാൽ നിങ്ങൾ കൊണ്ട് പരിശോധിച്ച് നോക്കണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഹാർട്ട് ഡിസീസും ലിവർ ഡിസീസും രക്തക്കുറവും എല്ലാം നീരായിട്ട് വരാം. ഇവൻ ഒരു കോസും ഇല്ലാതെ വരെ നീര് വരും. ചില മരുന്ന് പ്രഷറിനൊക്കെ ഉപയോഗിക്കുന്ന സാധാരണ മരുന്നുകളൊക്കെ ചിലപ്പോൾ ചെറിയ നീരുണ്ടാകും. അതാണ് ഒരു ലക്ഷണം. അതായത് നീര് വെക്കുക, മൂത്രത്തിൽ പതച്ചിൽ വരിക. പിന്നെ ചിലർക്ക് മൂത്രത്തിൽ രക്തം വരും, രക്ത കളറ് കാണാം, കട്ടൻ കാപ്പിയുടെ കളർ കാണാം, ഈ കൊക്കക്കോള പോലത്തെ കളറിൽ വരും. കോള കളേർഡ് യൂറിൻ തന്നെയാണ് അതിന് പറയുന്നത്. അങ്ങനെ വരാം. പിന്നെ വരുന്നത് കിഡ്നി ഫെയിലറായിട്ട് തന്നെ വരും. കിഡ്നി ഫെയിലറായിട്ട് വരുമ്പോൾ അതിൻ്റെ ലക്ഷണങ്ങളെന്ന് പറയുന്നത് വിശപ്പില്ലായ്മ, അങ്ങനത്തെ ഛർദ്ദിക്കൽ, അത് കൂടി വരുന്നതനുസരിച്ച് ഛർദ്ദിക്കൽ അങ്ങനത്തെ ഇതൊക്കെ വരും. ഒരുപാട് മോശമായി കഴിയുമ്പം ബോധക്കേടും ഒക്കെ വരും, അപസ്മാരം വരാം. എന്നുവെച്ചാൽ ബ്രെയിനിനെ ബാധിക്കുന്നതുകൊണ്ട് യൂറിയ എല്ലാം ഒരുപാട് കൂടി കഴിയുമ്പം അങ്ങനത്തെ അളവ് കുറയും. മൂത്രത്തിൻ്റെ അളവ് കുറയും. പക്ഷെ എല്ലാവരും എപ്പോഴും അറിയാത്ത ഒരു പ്രധാന ലക്ഷണം എന്ന് പറഞ്ഞാൽ മൂത്രത്തിൻ്റെ അളവ് കൂടുകയും ചെയ്യും കിഡ്നിയുടെ ചില രോഗങ്ങളിൽ. ഒരുപാട് എണ്ണത്തിനകത്ത് മൂത്രത്തിൻ്റെ അളവ് കുറയും, നീര് വെക്കും, അങ്ങനെ വരും. പക്ഷേ വേറെ തരം ട്യൂബുലർ ഇൻറ്റർസ്റ്റീഷ്യൽ ഡിസീസ് എന്നുണ്ട്. കിഡ്നിയുടെ പല ഭാഗങ്ങളുണ്ടല്ലോ, അതിന് വരുന്ന രോഗങ്ങൾക്ക് ശരിക്കും നമ്മുടെ കിഡ്നിക്കകത്ത് തന്നെയാണ് ചെയ്യുന്നത്. ബ്ലഡിനെ അരിച്ചിട്ട് വേണ്ടതും വേണ്ടാത്തതും എല്ലാം കിഡ്നി അരിക്കും. എന്നിട്ട് നമുക്ക് വേണ്ടിയതിനെല്ലാം തിരിച്ചു വലിച്ചെടുക്കുക ചെയ്യുന്നത്. അങ്ങനെ ആ കിഡ്നിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത്. അന്നേരം ആ തിരിച്ചു വലിച്ചെടുക്കുന്ന ഭാഗം, ഈ ട്യൂബ്യൂൾസ് എന്ന് പറയുന്ന അതിൻ്റെ പ്രവർത്തനം പോയി കഴിഞ്ഞാൽ, അതും കിഡ്നി ഫെയിലർ തന്നെയാണ്, പോയി കഴിഞ്ഞാൽ ആ മൂത്രത്തിൻ്റെ അളവ് കൂടിയാണ് വരുന്നത്. അന്നേരം ഈ രോഗികളൊക്കെ വന്നേച്ച് പറയും രാത്രിക്ക് 3-4 പ്രാവശ്യം മൂത്രം ഒഴിക്കാൻ എഴുന്നേക്കണം എന്നൊക്കെ പറഞ്ഞു വരും. അന്നേരം അതും ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അത് രോഗലക്ഷണമായിരിക്കും, കിഡ്നി രോഗത്തിൻ്റെ ഒരു ലക്ഷണമാകാം. അതാ മൂത്രത്തിൻ്റെ അളവ് കൂടിയാലും കുറഞ്ഞാലും കിഡ്നിയുടെ രോഗമാകാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ക്രിയാറ്റിനൊക്കെ കൂടിക്കഴിയുമ്പോൾ വിശപ്പില്ലായ്മ, ഛർദിൽ, ഒന്നും കഴിക്കാൻ തോന്നാതിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ കിഡ്നി ഡിസീസിൻ്റെ ഒരു പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് ഹൈപ്പർ ടെൻഷനാണ്. ബ്ലഡ് പ്രഷർ കൂടിയിട്ട് കിഡ്നി ഫെയിലിയറിൻ്റെ ഒരു ലക്ഷണം അതാകാം. അന്നേരം അതുകൊണ്ടാണ് ആർക്കെങ്കിലും പ്രഷർ കൂടി കണ്ടു കഴിഞ്ഞാൽ ആദ്യത്തെ പ്രാവശ്യം ഒരു മിനിമം കുറേ ഇൻവെസ്റ്റിഗേഷനെങ്കിലും ചെയ്ത് നോക്കണം. ഇപ്പോൾ പ്രഷർ വന്നു എന്നും പറഞ്ഞ് പ്രഷറിൻ്റെ ഗുളിക കഴിച്ചുകൊണ്ടിരുന്നാൽ പോരാ, അത് ചിലപ്പോൾ കിഡ്നി ഡിസീസ് ആയിരിക്കും. അന്നേരം നമ്മൾ എത്ര പേരുടെ കാണുന്നുണ്ടെന്നറിയാം, പ്രഷറൊക്കെ കൂടി 1 വർഷമായി 2 വർഷമായി, പിന്നെ ക്രിയാറ്റിനെല്ലാം കൂടി നല്ല കിഡ്നി ഫെയിലിയർ ആയി കഴിയുമ്പോഴാണ് അവർ നമ്മുടെ അടുത്ത് വരുന്നത്. അന്നേരം ആരെങ്കിലും കണ്ടുപിടിക്കും. അതുകൊണ്ട് ആദ്യം പ്രഷർ കൂടി കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ എല്ലാ ടെസ്റ്റും ചെയ്ത് നോക്കണം. എല്ലാ ടെസ്റ്റും എങ്കിലും മിനിമം ടെസ്റ്റെങ്കിലും ചെയ്ത് കിഡ്നിക്ക് കേടില്ലെന്നെങ്കിലും നമ്മൾ തീർച്ചപ്പെടുത്തണം. ഇതൊക്കെയാണ് സാധാരണയായിട്ട് വരുന്ന കിഡ്നി ഫെയിലിയറിൻ്റെ ലക്ഷണങ്ങൾ.
പക്ഷെ നമ്മളിപ്പോ ഈ പറഞ്ഞൊക്കെ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളല്ലേ, നമ്മുടെ മെന്റൽ ഹെൽത്ത് ലൈക്ക് സ്ട്രെസ് ഒക്കെ ഇപ്പൊ പൊതുവെ അറിയാലോ, ആൾക്കാർക്കൊക്കെ ഭയങ്കരമായ ടെൻഷൻസ് ആണ് നിസ്സാര കാര്യങ്ങൾക്ക് പോലും. അപ്പോൾ ഈ സ്ട്രെസ് ഒക്കെ കിഡ്നി ഡിസീസുകളിലേക്ക് ലീഡ് ചെയ്യും. വരുമായിരിക്കും. അല്ല, തീർച്ചയായിട്ടും എല്ലാത്തിനും കാണുമല്ലേ. കിഡ്നി ഡിസീസ് അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഒരു ഇതൊന്നും ഇല്ലെങ്കിലും സ്ട്രെസ് എന്ന് പറയുന്നത് എന്നാണേലും നമ്മുടെ ശരീരത്തിന് നല്ലതല്ല. ഇപ്പം ഈ പല ഇതുണ്ട്, ഈ ഹാർട്ടിൻ്റെ ഇതുണ്ട്, സ്ട്രെസ് കാർഡിയോമയോപ്പതി എന്ന് പറഞ്ഞൊരു അസുഖം തന്നെയുണ്ട്. അവർക്ക് പണ്ട് കാലത്തൊക്കെ അതിൻ്റെ മറ്റേ ചെറിയ എന്നാ പറയുന്നത് സാധാരണ പേരെന്ന് പറയുന്നത് ബ്രോക്കൺ ഹാർട്ട് സിൻഡ്രോം എന്ന് തന്നെയാണ്. അന്നേരം എന്നേലും ഭയങ്കര സ്ട്രെസ് വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് ഹാർട്ട് ഫെയിലിയർ വരും. അന്നേരം അവരുടെ ഹൃദയത്തിൻ്റെ പമ്പിങ് ഒക്കെ കുറയും. അന്നേരം ചിലർ അന്നേരം ഹൃദയമിടിപ്പൊക്കെ തെറ്റിപ്പോൾ അവർ ചിലപ്പം മരിച്ചും പോകും. അതുകൊണ്ട് ഈ പഴയ കാലത്തൊക്കെ ഹൃദയം പൊട്ടി മരിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു വാസ്തവമാണ്. അത്തരത്തിലുള്ള ഒരു നേരിട്ടുള്ള ഒരു ബന്ധം ഒരുപക്ഷെ കിഡ്നിക്ക് ഉണ്ടാവില്ലായിരിക്കാം. സ്ട്രെസ് ഗുണം ചെയ്യില്ലല്ലോ, മോശമായിട്ട് തന്നെ മാറ്റും. കിഡ്നിക്ക് അങ്ങനെ ഉണ്ടാകുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ, ഞാൻ അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് അറിഞ്ഞിട്ടില്ല. ഇത് കൂടാതെ ഈ ഡോക്ടർ പറഞ്ഞ കിഡ്നി ഫെയിലർ സാധാരണ ക്രോണിക് റീനൽ ഫെയിലർ ആണ്. ചിലപ്പോൾ സ്കിന്നിലൊക്കെ തകരാറുകളാണ്, സ്കിന്നിന്റെ ഒക്കെ. ഞങ്ങൾക്ക് വരുന്നത് യൂറോളജിസ്റ്റിന് കിഡ്നി ഫെയിലർ വരാറുണ്ട്. അത് പലപ്പോഴും അക്യൂട്ട് ഫെയിലറുകളാണ്. അക്യൂട്ട് ഫെയിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കിഡ്നിയിൽ നിന്നും വരുന്ന ട്യൂബ് വഴി വരുന്ന മൂത്രം ചിലപ്പോൾ പെട്ടെന്ന് 2 കിഡ്നിയിൽ ഓരോ കല്ല് വന്ന് ട്യൂബിൽ ഇറങ്ങിയ ബ്ലോക്കാകും. ഇതും ബ്ലോക്കാവും ഇതും ബ്ലോക്കാവും. ഒന്നേ ബ്ലോക്ക് ആയിട്ടുള്ളതൊന്നും ഫെയിലർ ഒന്നും വരില്ല. 2 ഒന്നിച്ച് ബ്ലോക്ക് ആയാൽ ഫെയിലർ. ക്രിയാറ്റിനിൻ കൂടി വരും, മൂത്രത്തിന്റെ അളവ് കുറഞ്ഞു വരും, പുള്ളി പെട്ടെന്ന് ഒരു അപകടത്തിലെത്തും, ഉടനെ ഇടപെട്ടില്ലെങ്കിൽ മരിച്ചേക്കും. അപ്പോഴാണ് എമർജൻസിയിൽ ഡയാലിസിസ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ട്യൂബിന്റെ ബ്ലോക്ക് മാറ്റുക. ഏതെങ്കിലും തരത്തിൽ സ്റ്റെന്റ് ഇട്ടിട്ടോ കല്ല് പൊടിച്ച് കളഞ്ഞിട്ടോ ഏത് തരത്തിലാണോ അപ്പൊ മാറ്റാൻ പറ്റുമോ ബ്ലോക്ക് അത് ചെയ്യും. മരണത്തിനൊരു കാരണം കിഡ്നി ഫെയിലർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മരിക്കുന്ന ആരാ? അക്യൂട്ട് ഫെയിലർ. അക്യൂട്ട് ഫെയിലർ എന്ന് പറഞ്ഞാൽ മൂത്രത്തിന്റെ അളവ് വളരെ കുറയുക, 400-ലും കുറയുക, 100-ലും കുറയുക ml per ഒരു ഡേ വരുമ്പോഴത്തേക്ക് അത് ഫെയിലറാണ്. ആ സമയത്ത് നെഫ്രോളജിസ്റ്റ് യൂറോളജിസ്റ്റ് ഒന്നിച്ച് പ്രവർത്തിക്കണം, ഡയാലിസിസ് ചെയ്യണം. അങ്ങനെയുള്ള കേസുകളാണ് ഒരിക്കൽ ഡയാലിസിസ് വന്നാൽ തിരിച്ച് പൂർണ്ണമായിട്ട് ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാനും സാധ്യതയുണ്ട്. ഈ കല്ല് എടുത്തു കളഞ്ഞു, അന്നേരം എമർജൻസി ഡയാലിസിസ് ചെയ്തു, കല്ലൊക്കെ പൊടിച്ചു കളഞ്ഞു, ക്രിയാറ്റിനിൻ കൂടിയതൊക്കെ കുറഞ്ഞ് നോർമലാണ്. അങ്ങനെയുള്ള അക്യൂട്ട് ഫെയിലറിന് ഒരു പെർമനന്റ് അല്ല. അതാണ് നമ്മളിപ്പോൾ അതേപോലെ തന്നെയാണ് അത് ഒരു പാമ്പ് കടിച്ചാൽ അതിന്റെ മാറുന്നവരെ ഡയാലിസിസ് ചെയ്ത് ശരിയാണ്. ഫീനോബാർബിറ്റോൾ എന്ന് വെച്ചാൽ പണ്ട് ഉറക്കുകളിയൊക്കെ കഴിച്ചവർക്കെല്ലാം ചിലപ്പോൾ കിഡ്നി ഫെയിലർ വരും. അതൊക്കെ അത് ഭാഗ്യം ഉണ്ടെങ്കിൽ ഡയാലിസൊക്കെ ചെയ്ത് ക്ലിയർ ആക്കിയ ആൾ രക്ഷപ്പെട്ടാൽ ചിലപ്പോൾ അയാൾക്ക് കിഡ്നിക്ക് വലിയ ഡാമേജ് ഒന്നും ഇല്ലാണ്ട് രക്ഷപ്പെടും. ഇങ്ങനെയുള്ളതിലൊക്കെ ഡയാലിസിസ് ഒക്കെ ചെയ്ത് റെഡിയാക്കാൻ പറ്റും. ഇതാണ് അക്യൂട്ടിന്റെ. പ്രോസ്റ്റേറ്റ് ബ്ലോക്ക് ആയാലും ചിലപ്പോൾ കിഡ്നിക്ക് പെട്ടെന്ന് തടസ്സം വരും. തടസ്സമല്ല, മൂത്രക്കറ്റിന്റെ തടസ്സം വരിക. പ്രോസ്റ്റേറ്റ് ഗന്ധി വീങ്ങിയിട്ട് അണുകൾക്ക് വരുന്നതാണ്. നാടിയൊക്കെ ചുരുങ്ങി ബ്ലോക്ക് ആകും. അപ്പോൾ ആ ബ്ലോക്ക് കാരണം അത് കിഡ്നിയിലേക്ക് ആ പ്രഷർ കയറിയിട്ട് കിഡ്നി കിട്ടുന്നു, തകരാറ് വരും. അത് പക്ഷെ ഒരു അക്യൂട്ട് പൊതുവെ കുറവാണ്, എന്നാലും കുറച്ച് കുറഞ്ഞു വരും. അപ്പൊ നമ്മൾ ആ ട്യൂബ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്രിയാറ്റിനിൻ കുറഞ്ഞ് നോർമലാവും ആഴ്ചകൾ കൊണ്ട്. അങ്ങനെ ആഴ്ചകൾ കൊണ്ട് നോർമൽ ആയി കഴിഞ്ഞാൽ ഈ പ്രോസ്റ്റേറ്റ് നമുക്ക് ഓപ്പറേഷൻ ഒക്കെ ചെയ്ത് തടസ്സം മാറ്റി കൊടുത്താൽ അയാൾക്ക് നോർമൽ കിഡ്നിയിലേക്ക് തിരിച്ചു. നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഇതുപോലെ ഇത്രയും ഇതായിട്ടുള്ള ഒരു രോഗം അല്ലെങ്കിൽ രോഗാവസ്ഥയിലേക്ക് എത്തുന്ന കാരണങ്ങളെ പറ്റി, ഇത് എത്തിക്കഴിഞ്ഞാൽ അവരും അവരുടെ കുടുംബാംഗങ്ങളും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ഈ അസുഖം വന്നതിന് ശേഷം അല്ലെ സർജറിക്ക് ശേഷം ഡോണറും റിസീവർക്കും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. സാറ് സർജനാണ്, ഞങ്ങളിപ്പോൾ ഇത് കേട്ടുള്ള അറിവാണ്. ഇപ്പൊ സാറ് നേരിട്ട് കാണാറുള്ളതാണ് ഈ ഒരു പ്രൊസീജിയർ നടക്കുന്ന ടൈമിൽ ആ ഒരു പേഷ്യന്റിന്റെയും അതിനുശേഷവും മുമ്പും അവരുടെ ഫാമിലി മെമ്പേഴ്സ് ഉൾപ്പെടെ ഇത്രയും വലിയൊരു കാര്യത്തെ ഡയറക്റ്റ് ഫേസ് ചെയ്യുന്ന ഒരു സർജനാണ്. അപ്പോൾ സാറിന് ആ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയെ പറ്റി ഞങ്ങളോട് സംസാരിക്കാൻ പറ്റുമല്ലോ. കാരണം എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു കാര്യമാണ്, കുറെ അധികം ആൾക്കാർക്ക് അറിയുമെന്ന് എനിക്കറിയത്തില്ല. ആസ് എ സർജൻ സാറിന് കുറച്ചുകൂടെ ഞങ്ങളോട് വ്യക്തമായിട്ട് ചിലപ്പോൾ പറഞ്ഞു തരാൻ പറ്റും. ഏത് സർജറിയും ആ തരത്തിൽ പറയുകയാണെങ്കിൽ വലിയ സ്ട്രെസ്സാണ്. അതിന് പിന്നെ അതിന്റെ ഒരു ട്രോമയിലെ കൂടി മനുഷ്യൻ അതിന്റെ പരിക്കിലെ കൂടി കടന്നുപോയിട്ട് അത് രക്ഷപ്പെടുള്ളൂ. മാനസികവും ശാരീരികവുമായിട്ടുള്ള ശരിക്കുള്ള ഒരു സ്ട്രെസ്സാണ്. ഇതിന്റെ വ്യത്യാസം എന്ന് വെച്ചാൽ ഇതിൽ 2 ജീവനുകൾ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ അതിൽ ഒരു അസുഖം ഇല്ലാത്ത ഒരാളാണ്, നല്ല മനസ്സുകൊണ്ട് മാത്രം വന്ന ഒരാളാണ്. അദ്ദേഹത്തിനെ കെയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ അതിലത്തെ ഫസ്റ്റ് കാര്യം. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനിൽ ഞങ്ങൾക്ക് സർജന് ഏറ്റവും പ്രധാനപ്പെട്ടത് കൊടുക്കുന്ന വ്യക്തിയാണ്. സ്വീകരിക്കുന്ന ആൾ ഒരു രോഗം കൊണ്ട് അവശനാണ്, അയാളെ സഹായിക്കാനാണ് നമ്മളിത് ചെയ്യുന്നത്. പക്ഷെ അയാൾക്ക് നമുക്ക് കൊടുക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡിനേക്കാളും കുറച്ചും കൂടെ വളരെ സീരിയസ് ആയിട്ടാണ് ഡോണറിനെ നമ്മൾ നോക്കാം. അദ്ദേഹത്തിന് ഒരു പോയിന്റ് പോലും കുഴപ്പം വരാൻ പാടില്ല.
അപ്പോൾ അതിനുള്ള ഇതുണ്ട്. അപ്പോൾ കിഡ്നി സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് എടുക്കും, സാധാരണ ഇടത് ഭാഗത്ത് നിന്ന് എടുക്കുകയാണ്, തുറന്നിട്ടെടുക്കുകയോ അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പി ആണ് ഞങ്ങൾ ചെയ്യാറ്. ലാപ്രോസ്കോപ്പി വഴിയോ ഇതെടുത്തതിന് ശേഷം അതിന് ഒരു ബെഞ്ച് സർജറി എന്ന് പറഞ്ഞാൽ അതിനകത്തെ ഫ്ലൂയിഡെല്ലാം ആക്കി അതിന് ക്ലീൻ ആക്കിയതിന് ശേഷം രോഗിയുടെ സ്വീകർത്താവിൻ്റെ അടിവയറ്റിലാണ് വെക്കുന്നത്. അല്ലാതെ പലരും വിചാരിച്ചതുപോലെ പഴയ കിഡ്നി ഉണ്ടായെടുത്ത് അത് മുറിച്ച് കളഞ്ഞ് അവിടെയല്ല വെക്കാറ്. പഴയ കിഡ്നി പലപ്പോഴും നശിച്ച കിഡ്നി നമ്മൾ ഒന്നും ചെയ്യാറില്ല, അത് അവിടെ ഒന്നോട്ടേ നോക്കുക ചെയ്യാം. എന്നിട്ട് അടിവയറ്റിൽ കുറച്ചും കൂടെ സൗകര്യപ്രദമായ സ്ഥലത്ത് പിന്നെ കുടലിന്റെ മസിലിന്റെ താഴെ പെരിട്ടോണിയത്തിന് പുറത്തായിട്ടാണ് നമ്മൾ ഇത് വെക്കുന്നത്. എന്നിട്ട് രക്തക്കുഴൽ സിരയും ധമനിയും അതായത് സിരയിലെ ധമനിയിലേക്കും ഘടിപ്പിക്കും. ഈ എടുത്ത കിഡ്നിയുടെ മൂത്രനാളി മൂത്രജീരം ഘടിപ്പിക്കും. ഈ 3 കാര്യങ്ങളാണ് ഈ ഓപ്പറേഷനായിട്ട് ചെയ്യുന്നത്. ഇത് ചെയ്ത് രക്തഓട്ടം പുനഃസ്ഥാപിക്കുന്നതോടുകൂടി ഈ കിഡ്നി പിങ്കിഷായി നല്ല നന്നായി മൂത്രം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയാൽ മൂത്രം നല്ലോണം പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. ആദ്യകാലങ്ങളിൽ ആ പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങി നമ്മൾ സക്സസ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആദ്യകാലങ്ങളിൽ ഒരുപാട് മൂത്രം ഒന്നിച്ചുണ്ടാകും. കുറച്ച് ദിവസങ്ങളിലേക്ക് സാധാരണ 1-1.5 ലിറ്റർ മൂത്രത്തിന് പകരം 10, 12, 15 ലിറ്റർ മൂത്രമായിരിക്കും ഒരു ദിവസം വരുന്നത്. അത് ആ കിഡ്നിയുടെ റിക്കവറിയെയും ഉള്ളിലുള്ള മാലിന്യം നീക്കം ചെയ്യുന്നതിൻ്റെ ആ ഫാസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. അതങ്ങനെ ചെയ്ത് കുറച്ച് ദിവസം കൊണ്ട് ആവും. അപ്പോൾ പല പ്രശ്നങ്ങളും വരാം. റിജക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രശ്നം വരാം. ഇതൊക്കെ വരാതെ നെഫ്രോളജിസ്റ്റാണ് എല്ലാം കെയർ ചെയ്ത് നമ്മുടെ റോള് ഇത് ഫിറ്റ് ചെയ്ത് അതിനുള്ള പിന്നെ കുറച്ച് ദിവസം കൊണ്ട് അതിൻ്റെ തുന്നെടുക്കുക, അതിൻ്റെ അകത്ത് വെച്ച ട്യൂബ് എടുക്കുക, ഇതൊക്കെയാണ്. അപ്പോൾ അതിൽ വരുന്ന ബ്ലീഡിങ്ങോ കാര്യങ്ങളോ സർജിക്കലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെയാണ് സർജൻ എന്നുള്ളതിന് ഞങ്ങൾ തീരുമാനിക്കും, പിന്നെ കൈകാര്യം ചെയ്യാം. ബാക്കി രോഗിയുടെ തുടർ ചികിത്സ പിന്നീടും നെഫ്രോളജിസ്റ്റാണ് ചെയ്യാറ്. അവർ ട്രാൻസ്പ്ലാന്റ് ഇമ്മ്യൂണോളജി, അതായത് ഈ ഇമ്മ്യൂണോ സപ്രഷനുള്ള മരുന്നുകൾ എടുക്കുക, അത് കൂട്ടണോ കുറക്കണോ ഇങ്ങനെ ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള എല്ലാ ഡേ ടു ഡേ പിന്നീടും അങ്ങോട്ട് പോകും. അതുകൊണ്ട് പൊതുവെ പറഞ്ഞാൽ ഇതിന്റെ ടീം ലീഡർ നെഫ്രോളജിസ്റ്റ് തന്നെയാണ്, അങ്ങനെയാണ് പറയാറ്. മൂത്രം അപ്പൊ തന്നെ വരും. ഞാൻ പറ്റിയാൽ നിങ്ങൾക്ക് ഞാനൊരു വീഡിയോ തരാം. നമ്മള് ട്രാൻസ്പ്ലാന്റ് ചെയ്തപ്പോഴേ ആ ടേബിളിൽ തന്നെ പേഷ്യന്റിന്റെ മുഴുവൻ പിടിപ്പിച്ചു തരുന്നതിന് മുമ്പ് ആദ്യം വെയിന് വാട്ടറി അവർ അനസ്റ്റമോസ് ചെയ്ത് കഴിയുമ്പോൾ ആ മൂത്രനാളിൽ കൂടെ യൂറിറ്ററിൽ കൂടെ യൂറിൻ ഇങ്ങനെ ഒഴുകി കഴിയുന്ന കാണാം. ഇതാണ് സർജൻ ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. ആ കിഡ്നി വർക്ക് ചെയ്യാൻ തുടങ്ങി സിരയും ധമനിയും കടപ്പിടിപ്പിക്കുന്ന ധമനി വഴി രക്തം കിഡ്നിയിൽ പോയി സിര വഴി തിരിച്ചു വന്ന് സിസ്റ്റത്തിലേക്ക് പോകുമ്പോൾ ഈ ട്യൂബ് ഒന്നും കണക്ട് ചെയ്തിട്ടുണ്ടാവില്ല മൂത്രനാളിയുടെ, അതവിടെ ഫ്രീ ആയി കിടക്കുകയും അതിൽ കൂടി ഇങ്ങനെ മൂത്രം വരാറ്. അപ്പോൾ വിജയം പിന്നെ നമുക്ക് സൗകര്യം പോലെ ആ ട്യൂബ് കണക്ട് ചെയ്യും. നമ്മുടെ ചുറ്റിനും ഒത്തിരി അധികം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, വളരെ വലിയൊരു കാര്യമാണ്. എത്ര പറഞ്ഞാലും എനിക്ക് തോന്നുന്നു ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, എത്ര പറഞ്ഞാലും തീരാത്തൊരു വിഷയം കൂടെയാണ്. ഇനി നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ നമ്മുടെ ശരീരമാണ്, നമ്മുടെ ഉത്തരവാദിത്വമാണ്. അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ തടഞ്ഞു നിർത്താവുന്ന കാര്യമാണ്. അപ്പോൾ അവർക്ക് ചെറിയൊരു എന്തെങ്കിലും ഒരു ഉപദേശം എന്നൊക്കെ പറയാൻ എനിക്കറിയില്ല, പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. യെസ്, മെസ്സേജ് പറഞ്ഞിട്ട് നമുക്ക് തന്നെ. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ജീവിതശൈലി രോഗങ്ങൾ തടയാൻ നോക്കുക. അതിനു വേണ്ടിയ വെയിറ്റ് കൺട്രോള്, പിന്നെ എക്സസൈസ്, ആവശ്യത്തിന് വെള്ളം കുടിക്കുക, കിഡ്നി കേടാക്കുന്ന സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. ഇത്രയും സാധനമെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാതെ കിഡ്നി നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. യൂറോളജിസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ട് കിഡ്നിക്ക് നാശം ഉണ്ടാക്കുന്നത് സ്റ്റോൺ ഡിസീസാണ്. കിഡ്നിയുടെ കല്ല് രോഗം. കല്ല് വളരെ കോമൺ ആണ്. 10% പോപ്പുലേഷനിൽ ഇൻഡസ്ട്രിയൽ വേൾഡ് ഇങ്ങനത്തെ വികസിത രാജ്യങ്ങളിൽ 10% ചാൻസ്. ഒരു 10 ആൾക്ക് ജീവിതകാലത്ത് 100-ൽ 10 ആൾക്ക് ജീവിതത്തിൽ കല്ല് വന്നിരിക്കും. അപ്പോൾ അത് പലപ്പോഴും ഡാമേജിങ് ആണ്. പലരും ആൾട്ടർനേറ്റീവ് മെഡിസിനിൽ പോകും. കല്ല് ട്യൂബിനകത്ത് കടന്നിട്ട് അവിടെ നിന്നോട്ടെ, ഡോക്ടർ പറയും ഓപ്പറേറ്റ് ചെയ്യണം ഉടനെ, അല്ലെങ്കിൽ പ്രശ്നമാണെന്ന് പറയും. അവർ പച്ചമരുന്നിന് പോകും, മറ്റ് ചികിത്സക്ക് പോകും, പ്രാർത്ഥനയ്ക്ക് പോകും. ഇങ്ങനെയൊക്കെ പോയിട്ട് വിലപ്പെട്ട സമയങ്ങൾ കളയും. 3 മാസം കഴിഞ്ഞ് പോയില്ല ഡോക്ടറെ എന്ന് പറഞ്ഞിട്ട് വന്നാൽ ഇതിന്റെ ക്രൂഷ്യൽ പീരീഡ് അങ്ങ് കഴിയും. ഡാമേജ് വരുന്ന ആദ്യത്തെ 2 ആഴ്ചക്കുള്ളിൽ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ വരുന്ന ഡാമേജ് ഒക്കെ പെർമനന്റ് ആയിരിക്കും. കല്ല് പോയ കൊണ്ട് കാര്യമില്ല, കല്ലെടുത്ത് കളഞ്ഞിട്ട് കാര്യമില്ല, വന്ന ഡാമേജ് അവിടെ നിൽക്കും. അപ്പോൾ ഇത് 2 കല്ലിനും കിഡ്നിക്കും കല്ല് വരുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ച് കാലം കൊണ്ട് 2ഉം അങ്ങനെ ഡാമേജ് ആയി കഴിഞ്ഞു കിഡ്നി ഫെയിലും വരും. അങ്ങനെയുള്ളവരുണ്ട് നമ്മളെ കൂട്ടത്തിൽ. അപ്പോൾ കല്ലിൻ്റെ അസുഖങ്ങൾ, പ്രോസ്റ്റേറ്റിന്റെ മൂത്രതടസ്സം പോലെയുള്ള അസുഖങ്ങളൊക്കെ പ്രോംപ്റ്റായിട്ട് പരിശോധിപ്പിക്കുകയും കൃത്യമായ ചികിത്സയും ചെയ്യലാണ് ഒരു യൂറോളജിസ്റ്റ് എന്നുള്ള നിലയിൽ കിഡ്നിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ അല്ലെങ്കിൽ അപകടത്തിലാകാതിരിക്കാൻ പറയേണ്ട കാര്യം. ഡോക്ടേഴ്സ് എന്ന നിലയ്ക്ക് എപ്പോഴും
നമുക്ക് അസുഖങ്ങൾ വരാതിരിക്കുക, നമ്മുടെ അസുഖങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് സുഖപ്പെടുക എന്നുള്ളത് തന്നെയായിരിക്കും എപ്പോഴും ഇവർ ആഗ്രഹിക്കുന്നത്. ഇത്രയും സമയം അവരുടെ വിലപ്പെട്ട സമയം മാറ്റിവെച്ച് നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഡോക്ടേഴ്സ്. നമ്മുടെ ശരീരമാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മൾ തന്നെ നോക്കുക അല്ലേ? അതിൽ കൂടുതൽ ആരോടും ഒന്നും പറഞ്ഞു കൊടുക്കാനില്ല. താങ്ക് യു സോ മച്ച്.